എല്ലാം മറപ്പിച്ചു കളയുന്ന ദാരിദ്ര്യം എല്ലാം മറപ്പിച്ചു കളയും. മിഞ്ഞാന്ന് കശ്മാക്കി ഞാനും കൂടി ഒരു ഏരിയയിലൂടെ പോയപ്പോൾ ഒരു അഡ്രസ് കൂടെ വന്നിട്ട് അത് മറന്നുപോയി. ചെറുപ്പക്കാരനായതുകൊണ്ട് പിന്നെ മറന്നതെല്ലാം പൈസ ഇല്ലായ്മ കൊണ്ട് വിചാരിച്ച കാരണം അങ്ങനെ വിട്ടു. കഴിഞ്ഞ ആഴ്ച കടപ്പുറത്തുകൂടെ അങ്ങനെ നടക്കുമ്പോൾ ഒരാൾ ഓടി വന്ന്, നിങ്ങൾ ബഷീറാക്കല്ലേ ചോദിച്ചു. ഞാൻ ബഷീറാക്ക തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളെന്താ വിഷയം? അപ്പോൾ ഞാനൊരു ഷെഡിലാണ് താമസിക്കുന്നത്, ആ ഷെഡ് ഒഴിഞ്ഞു കൊടുക്കാൻ പറഞ്ഞിട്ട് എനിക്ക് 4 സെന്റ് സ്ഥലം, എനിക്കൊരു ഷെഡ് വെച്ചിട്ട് തരുമെന്ന്. അന്നായിക്കോട്ടെ, ആലോചിക്കാം. കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ ഇറക്കുമ്പോൾ എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ രാജമാക്കാനും കൂട്ടിയിട്ട് ആ സ്ഥലം കാണുമ്പോൾ ഒരു ഷെഡ് കണ്ടു. ഒരു വല്ലാത്തൊരു ഷെഡ്, ഓനും 2 പെൺകുട്ടികളും ഒരു ഭാര്യയും താമസിക്കാം. അപ്പോൾ ഈ ഷെഡ് ഒഴിഞ്ഞു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൊടുക്കാൻ പോകണം. ഇവിടുന്ന് ഒരു 15 കിലോമീറ്റർ അപ്പുറത്ത് കൂട്ടായി ഭാഗത്ത് ഞാനൊരു 4 സെന്റ് സ്ഥലം സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട്, അവിടെ ഷെഡ് കെട്ടി തന്നാൽ മതി. നെയ്യ് കറി കയറിയാറ്. അപ്പം പിന്നെ ഓനും കയറ്റി ഞങ്ങൾ നേരെ കൂട്ടായി ഭാഗത്ത് പോയി. അവിടെ ചെന്നപ്പോൾ ഓൻ്റെ തുണി എടുത്ത് നല്ല നിരേൻ്റെ മേലെ നല്ല കയറ്റി എടുത്തിട്ടുണ്ട്, ചെറിയൊരു താടിയുണ്ട്. അപ്പം നിസ്കരിക്കൽ എങ്ങനെ കടലിൽ പോയെന്ന് വെച്ചു. അപ്പം ഞാൻ കടലിൽ പോയി, സുബീൻ്റെ മുന്നേ കടലിൽ പോകും, കടലിൽ നിസ്കരിക്കും. കൈ കെട്ടുമ്പോൾ പിന്നെ കിബില നോക്കും, പിന്നെ അങ്ങോട്ട് പോകും. ഞങ്ങൾ പ്രശ്നമില്ല, കൃത്യം 5 നിസ്കരിക്കല്ലോ, 5 നിസ്കരിക്കലുണ്ട്. അത് നിങ്ങളോട് കള പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പള്ളിയിൽ ഉള്ള പള്ളിയിൽ പോകും, അല്ലെങ്കിൽ തോണിയിൽ നിസ്കരിക്കും, ചെറിയ തോണി. പക്ഷെ ഇപ്പോൾ കുറേ ദിവസം മീനില്ല, അധിക ദിവസം പട്ടിണിയാണ്. ഇപ്പം പട്ടിണി ഉണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ മാതിരി ആളുകളൊക്കെ ചോദിക്കാൻ നിവൃത്തില്ല, വലിയ ബുദ്ധിമുട്ടില്ല ഞാൻ. അപ്പോൾ ആയിക്കോട്ടെ, ഇങ്ങനെ പോകുന്നപ്പോൾ ഒരു ചായപ്പീടി ഒരു കാൽച്ച പിടിച്ചാൽ മതി. കാൽച്ച പിടിച്ച സമയത്ത് പിന്നെ നിങ്ങൾ സത്യം എന്ന് പറഞ്ഞാൽ വീട്ടിൽ എത്ര ദിവസമായി ഭക്ഷണം ഉണ്ടാക്കിയിട്ട്? അതിൽ വേണം കണ്ണിൽ ഒരു കണ്ണ് വെള്ളം പറഞ്ഞു, ഒന്നും ഉണ്ടായില്ല. 5 കിലോ അരി എവിടെയെങ്കിലും കടം കിട്ടും, കടലിൽ മീൻ ഉണ്ടെങ്കിൽ കടം കിട്ടും, മീൻ ഇല്ല ഞാൻ പീഡിയക്കാർ പിന്നെ കടം തരൂല. കണ്ടിന്യൂട്ട് മീൻ നിന്നുണ്ടാ പിന്നെ പീഡിയക്കാർ തരൂല. കിട്ടിയും പോയി ഇങ്ങനെ നിൽക്കണേ തരും, അതുകൊണ്ട് ബുദ്ധിമുട്ടാണ്. അപ്പൊ നിങ്ങൾ നേരത്തെ അപ്പുറത്തെ വീട്ടുകാരെ കഥ ഞാൻ ചോദിച്ചു, 2 വീട് ചോട്ടി കാട്ടി കൊടുത്തിന്. ആ വീട്ടിലെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, ആ വീട്ടിലെ അവസ്ഥ എന്നെ കാട്ടി അപ്പുറത്താണ്. പ്രായം 2 താത്താരും ഒരു കാക്കിയുണ്ട്. പല ദിവസം ആ വീട്ടിൽ പെട്ടു. എനിക്ക് കിട്ടിയ 1 കിലോ ആയി ഞാൻ കൊടുക്കും. ഇപ്പുറത്തെ വീട്ടിൽ വെച്ചു ഓൻ എൻ്റെ ചെറുപ്പാടെ 3 കുട്ടികൾ. മിഞ്ഞാന്ന് അവിടെ കുട്ടികൾ രാവിലെ ചെന്നപ്പോണ്ട് മുട്ടായി തൊള്ളയിലിട്ട് കുത്തിരിക്കണം. ചായ കൂട്ടാനൊന്നും ഇല്ലായിട്ട് മുട്ടായി തൊള്ളയിലിട്ടിട്ടാണ്. പച്ചരി അവിടെ അല്ലേ, ഒന്നുമില്ല. ഒരു ഉറുപ്പുള്ളതുകൊണ്ട് അയാൾ ഒരു മുട്ടായി വാങ്ങി കൊടുത്ത് കുട്ടികൾ വിളിച്ചപ്പോൾ മുട്ടായി തൊള്ളിട്ടാണ്. ഇത് സത്യമാണ് ഞാൻ പറഞ്ഞത്. ആ മനുഷ്യനാണ് കണ്ണിൽ വെള്ളം നിറഞ്ഞിട്ട് ഞാൻ കൂട്ടായിൻ്റെയും ആശാമ്പടിൻ്റെ അടിയിലുള്ള ഒരു സ്ഥലത്ത് കാശുമാക്കി ഞാൻ കാലുടിച്ചു. കാശുമാക്കി അവിടെ തന്നെ ഒരു കത്ത് കൊടുത്താലേ അരിപ്പൊടിയൊക്കെ ഒരു 2 പേരക്കാർക്കും ഇയാൾക്കും ഒരു കത്ത് എഴുതി കൊടുക്കി. പൈസ നമുക്ക് പോകുമ്പോൾ കൊടുക്കുക, ഞങ്ങൾ ബാങ്ക് കൊടുത്താൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു ബസ്സിന് ആരും കാണാതെ ചെറിയൊരു പൈസ എടുത്തിട്ട് ഞാൻ ഒന്ന് കേക്കടിച്ചു കൊടുത്തപ്പോൾ കാശുമാക്ക കൂടി കാണേണ്ട വിചാരിച്ചിട്ട് ഞാനത് ചെയ്തത്. കാരണം അവൻ്റെ ആ പ്രായവും അവൻ്റെ ചെറിയൊരു പൈസ എടുത്തിട്ട് ഞാൻ കേക്ക് ബസ്സിന് കൊടുത്താൽ ഞാൻ ബാങ്ക് കൊടുത്ത് തിരികെ കൊടുത്തപ്പോൾ അവൻ്റെ കയ്യിൽ കൊടുത്തു. ഞാൻ കൈ വലിച്ചിട്ട് പെട്ടെന്ന് പോയി. ഈ ദാരിദ്ര്യം മനുഷ്യനെ കുഫറിലെത്തിക്കും പറഞ്ഞ ഹദീസൊക്കെ മുമ്പ് കാലത്താണ് നമുക്ക് മനസ്സിലാവും. സഹോദരൻ, നിങ്ങളൊന്ന് ആലോചിക്കുകയാണ്. അതായത് കുട്ടികൾ അവനവന്റെ കുട്ടികൾ ചായ കൂട്ടാൻ ചോദിക്കുമ്പോൾ ഒരു മുട്ടായി തൊള്ളലിട്ട് നേരം കളയാൻ പറയുന്ന ഒരു സമൂഹത്തിന്റെ മുന്നിൽ ഈ ദാരിദ്ര്യം കുഫറിലെത്തിക്കും എന്ന് പറയാൻ ഞാനത് പറയാൻ കഴിഞ്ഞ ആഴ്ച ഓർഫൻ കെയർ എന്നൊരു കത്തിട്ടുണ്ട്. ആ കത്ത് കിട്ടിയത് ഇവിടുത്തെ ഒരു വിധവനെ എഴുതിയത്. അത് 2 കുടുംബത്തിന്റെ കഥ. ഒരു ഭർത്താവ് മരിച്ചൊരു പെണ്ണ്. ഓർഫൻ കെയറിൽ നമ്മളെ വീട്ടിൽ പോയി അന്വേഷിച്ച് ഇവിടെ മാസത്തിൽ കുറച്ച് പൈസ കൊടുക്കുന്ന ഒരു കുട്ടി. ആ പെണ്ണ് പറഞ്ഞ എഴുത്ത്, ഈ പെണ്ണിന്റെ ഭർത്താവിന്റെ അനുജന് മിക്ക ദിവസങ്ങളും ഞാൻ കുട്ടികൾ വരുമ്പോൾ ചോദിക്കും, ചായക്ക് കടിയില്ല, മീൻ വാങ്ങിയിട്ടില്ല എന്നിങ്ങനെ കേൾക്കും. എൻ്റെ അടുത്തുള്ള എല്ലാം ഞാൻ അവർക്ക് കൊടുക്കും. സത്യം പറഞ്ഞാൽ ബഷീറാക്ക, കുട്ടികൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. പാവങ്ങൾ 10ലാണ്, വലിയ കുട്ടി. അതിന് താഴെ 8ലും 6ലും 5ലും 2ലും പഠിക്കുന്ന കുട്ടികൾ. പൈസ കൊടുക്കാൻ കഴിയില്ലെങ്കിൽ ബഷീറാക്ക ഇടയ്ക്ക് വന്ന് ആ കുട്ടിയെ വന്ന് കുറച്ച് അരി അവർക്ക് ബിസ്മിയിൽ നിന്ന് വാങ്ങിക്കൊടുക്കട്ടെ. ബിസ്മിയിൽ നിന്ന് 10 കിലോ പച്ചരിയും ചാക്കരിയും ഞാൻ വാങ്ങിയ ദിവസം അവന്റെ കുട്ടി അവിടെ വന്നപ്പോൾ ഞാൻ ചായക്ക് കടി എന്താ ചോദിച്ചപ്പോൾ പച്ചരിയില്ല എന്ന് പറഞ്ഞു. ബിസ്ക്കറ്റ് കടിയായിരുന്നു എന്ന് പറഞ്ഞു. എനിക്കത് കേട്ടപ്പോൾ വിഷമായപ്പോൾ ഞാൻ 5 കിലോ പച്ചരിയും ചാക്കരിയും അതിൽ അവർക്ക് കൊടുത്തു. ഇത്രയും കാര്യം ഞാൻ വെറുതെ പറയുകയല്ല. പക്ഷേ നിങ്ങൾ ആലോചിക്കണേ, ഒരു ഭാഗം താന്നൂരാണെങ്കിൽ ഒരു ഭാഗം മഞ്ചേരിയിലാണ്. നമ്മൾ 1 കിലോ അരി കിട്ടാതെ പച്ചരി കിട്ടാതെ അവിടെ മുട്ടായി തൊള്ളരിട്ടാണെങ്കിൽ ഇവിടെ ബിസ്ക്കറ്റ് ഇട്ടിട്ട് കുത്തിറങ്ങുമ്പോൾ ഈ സമൂഹത്തിന് മുന്നിൽ ലക്ഷങ്ങളും കോടികളും മുടക്കി നമ്മളെ സമയം ചെലവഴിച്ചിട്ട് നമ്മൾ പലതിന് പിന്നിൽ സമയം കളയുമ്പോൾ ഈ പറഞ്ഞ ഹദീസുകൾ നമ്മൾ എങ്ങനെയാണ് നമ്മൾ അനർത്ഥം നമ്മൾ ശരിക്കും ആലോചിക്കേണ്ടത്.